ദേശീയപാത ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ധാരണയായി. നഗരസഭാ ചെയർപേഴ്സൺ എസ് സോബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. ദേശീയപാതയിൽ അർത്തുങ്കൽ ബൈപ്പാസിൽ മാസങ്ങളായി പൊട്ടിക്കിടക്കുന്ന ജപ്പാൻ കുടിവെള്ള പൈപ്പ് നന്നാക്കുന്ന വിഷയത്തിൽ നഗരസഭയിലെ യോഗത്തിൽ ധാരണയായി. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് അർത്തുങ്കൽ ബൈപ്പാസിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിക്കൊണ്ടിരുന്ന പ്രശ്നത്തിലാണ് നഗരസഭയിൽ യോഗം ചേർന്നത്. നഗരസഭാ അധ്യക്ഷൻ എസ് സോബിൻ അധ്യക്ഷനായി. വാട്ടർ അതോറിറ്റി, ദേശീയപാത വിഭാഗം, പൊതുമരാമത്ത് വകുപ്പ്, നഗരസഭ, പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. അർത്തുങ്കൽ ബൈപ്പാസിലൂടെ മാടയ്ക്കൽ ഭാഗത്തേക്ക് കടന്നുപോകുന്ന രണ്ട് പ്രധാന കുടിവെള്ള വിതരണ പൈപ്പുകളാണ് ഉള്ളത്. ആ പൈപ്പുകളിൽ ഏത് പൈപ്പിലാണ് ചോർച്ച ഉണ്ടായത് എന്ന് 2 ദിവസത്തിനുള്ളിൽ വാട്ടർ അതോറിറ്റി കണ്ടെത്തും. പൈപ്പുകൾ അടിപ്പാതയുടെ കോൺക്രീറ്റിന് താഴെ കൂടി കടന്നുപോകുന്നതിനാൽ കുഴിച്ചു നോക്കി തകരാർ കണ്ടെത്താൻ ബുദ്ധിമുട്ടാകയാൽ താൽക്കാലികമായി ഈ പൈപ്പുകളിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചിട്ടായിരിക്കും ഏത് പൈപ്പിലാണ് ചോർച്ചയുള്ളതെന്ന് കണ്ടെത്തുന്നത്. ചോർച്ച കണ്ടെത്തുന്ന പൈപ്പിന് പകരം പുതിയ പൈപ്പ് സ്ഥാപിച്ചു നൽകാമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. പുതിയ പൈപ്പ് വാങ്ങി സ്ഥാപിക്കുന്നതിന് 2 ആഴ്ച വരെ സമയം ദേശീയപാത അധികൃതർക്ക് അനുവദിക്കുന്നതിന് യോഗത്തിൽ ധാരണയായി. അർത്തുങ്കൽ ബൈപ്പാസിലെ താഴെ കെട്ടിനിൽക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുന്നതും മെറ്റൽ വിരിച്ച് യാത്ര സുഗമമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ NL വത്സരകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അദീന രാജു, ടോമി അബ്രഹാം, S സനീഷ്, കൗൺസിലർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് CD ശങ്കർ, അഡ്വക്കേറ്റ് KC ആന്റണി, ടെസി ബോണി, D ജ്യോതിഷ്, നഗരസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.